ഹായ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്നലെ ഫ്രൈഡേ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ കളങ്കാവൽ പടം കാണാൻ പോയിരുന്നുണ്ടോ. അപ്പോൾ ആ പടം കാണാൻ പോകുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസും കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ റിയാക്ഷൻസൊക്കെ നമ്മളൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ബാംഗ്ലൂർ നെക്സസ് കോരമംഗലയിലാണ് കാണാൻ പോയിരുന്നത്. അപ്പം അതൊന്ന് കണ്ടാലോ നമുക്ക്, പടത്തിൻ്റെ ഒരു ചെറിയ റിവ്യൂ. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. മമ്മൂട്ടി ഫാൻസ്. ഞാനൊരു മോഹൻലാൽ ഫാൻസാണ്. അതുകൊണ്ട് നോക്കാം, നമുക്കൊന്ന് മമ്മൂട്ടിയുടെ പടം കൊണ്ടുപോകട്ടെ. ഞാൻ ആദ്യമായിട്ട് കാണുക എൻ്റെ മമ്മൂട്ടിയുടെ പടം. ഓക്കെ, വളരെ പത്തറ്റിക് ആയിട്ടുള്ള BGM, ഒരു ഹൈ മൊമെന്റ്സ് ഒന്നും ഒരിക്കലും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഓവറോൾ മമ്മൂട്ടി നെഗറ്റീവ് ഷീറ്റ്സിൽ ഇതിന് മുന്നേ പുഴുവിനകത്തൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്തൊന്നും വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. Vinayagan was nice as always. Yeah, Vinayagan was beautiful. His acting is, I think, one of the best in the movies. ഇന്നത്തെ സ്റ്റാർ വിനായകനാണ്. എനിക്ക് ആ മൂവി ഭയങ്കര ലെങ്തി ആയിട്ടാണ് തോന്നിയത്. കുറച്ച് ബോറടിക്കില്ല. കണ്ടിരിക്കാം. BGM ഭയങ്കര ശോകമായിരുന്നു. BGM ഇല്ലാത്തതുകൊണ്ട് മൂവി ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നി. നല്ലൊരു BGM ഉണ്ടായിരുന്നെങ്കിൽ നല്ല കുറച്ചും കൂടെ എഡ്ജ് ഓഫ് ദ സീറ്റ് ആയിരുന്നു. വിനായകൻ പടം മമ്മൂട്ടി പടം പറയാൻ പറ്റും. വിനായകന്റെ പടം കൂടുതൽ എന്ത് തോന്നിയോ? പക്ഷെ അത്ര അടിപൊളി ഈ എക്കോ ഒക്കെ കണ്ടു നോക്കുമ്പോൾ ഇത് ആ ഒരു ലെവലിൽ ഒരിക്കലും എത്തില്ല. എനിക്ക് ക്യാരക്ടർ നന്നായിട്ട് ബിൽഡ് ചെയ്തെന്ന് തോന്നി. മമ്മൂട്ടിയുടെ ക്യാരക്ടർ ആയാലും വിനായകന്റെ ക്യാരക്ടർ ആയാലും നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത പോലെ തോന്നി. കാരണം ഈ ക്യാരക്ടറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ മമ്മൂട്ടിയുടെ ക്യാരക്ടറിന്റെ കുറച്ച് ഫോട്ടോകളിലൂടെയാണ് ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായത്. 4-5 ഫോട്ടോകളിലൂടെ അത് നല്ല ഡയറക്ടറിന്റെ നല്ലൊരു ലൈക്ക് വേ ഓഫ് തിങ്കിങ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ വിനായകന്റെ പെർഫോമൻസ് ലാസ്റ്റ് ആകുമ്പോഴാണ് ആളിങ്ങനെ കത്തി കയറി വരാം. അതുവരെ ആളൊരു ഒരു എന്താ പറയുക, ഒരു സെയിം ഗ്രാഫിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ആകുമ്പോൾ ആളുടെ ഒരു വേറൊരു മുഖം നമുക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഒബ്വിയസ്ലി മമ്മൂട്ടി 100% കൊടുത്തിട്ടുണ്ട്. ആ ഒരു വില്ലൻ കുറേ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ആളൊരു നോർമൽ ആയിട്ടിങ്ങനെ ചെയ്തിട്ട് നോർമൽ ആളുടെ പോലെ വന്നിട്ട് പെട്ടെന്നായിരിക്കും ആളുടെ ഒരു വില്ലനിസ് ഇങ്ങനെ പുറത്തേക്ക് വരാം. അത് ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ. പിന്നെ BGM കുറച്ച് സ്ലോ ആയിരുന്നു. ആ BGM ഒക്കെ കുറച്ച് പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ പടത്തിൻ്റെ കുറച്ചും കൂടെ ഒരു